അസ്സലാമു അലൈക്കും. ഡേ ടു ഡേ ലൈഫിൽ ഇംഗ്ലീഷ് ലഞ്ച് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. There is a proverb like the best way to learn English is with yes. അതുകൊണ്ടാണ് മിസ്റ്റേക്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് വരാറുണ്ട്. അതിൽ വരുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് കഴിഞ്ഞ സീക്ക് ഫസ്റ്റിൽ നമ്മൾ സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ അല്ലേ? ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു കോമൺ മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ദ യൂസ് ഓഫ് ഡു ആൻഡ് ഡസ്. നിങ്ങൾക്കറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നിന്റെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡു യു ഹാവ് ബാഗ്? എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡു യു ഹാവ് ബാഗ്? അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡു ദേ ഹാവ് ബാഗ്? നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡു വി ഹാവ് ബാഗ്? ഇനിയുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. അവളുടെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡസ് ഷി ഹാവ് ബാഗ്? അവന്റെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡസ് ഹി ഹാവ് ബാഗ്? അതിന്റെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡസ് ഇറ്റ് ഹാവ് ബാഗ്? ഫാത്തിമയുടെ കയ്യിൽ ബാഗ് ഉണ്ടോ? എങ്ങനെ പറയാം? ഡസ് ഫാത്തിമ ഹാവ് ബാഗ്? ഇതിൽ നിന്നെല്ലാം എന്തു മനസ്സിലായി? ഐ യു ദേ വി അവയുടെ കൂടെ ഡു യൂസ് ചെയ്യും. ഹി ഷീ ഇറ്റ് ഓർ നെയിം അവയുടെ കൂടെ ഡസ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? യൂസ്ഫുൾ അല്ലേ? ഇനി മിസ്റ്റേക്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ലതോ? ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ എൻ്റെ മ്യൂസിക്കിൽ നിന്ന് പഠിച്ചതാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.